1952 കോട്ടയം ജില്ലയിൽ തോട്ടയ്ക്കാട് വില്ലേജിലെ വാകത്താനം പഞ്ചായത്തിൽപ്പെടുന്ന ഇരുവിച്ചിറ എന്ന ഗ്രാമത്തിലാണ് കൊണ്ടോടി കുടുംബം കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിംഗ് ബിസിനസ്സിലേക്ക് കടന്നുവരുന്നത്. ശ്രീ തോമസ് ജോസഫ് കൊണ്ടോടി ആദ്യകാലങ്ങളിൽ തിരുവിതാംകൂർ, കൊച്ചി സംസ്ഥാനങ്ങളിലെ ചെറിയ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണങ്ങൾ ഏറ്റെടുത്തു ചെയ്തു പോന്നു. ഞാലിയാകുഴി ഇരവുച്ചിറ ഭാഗത്തുകൂടി കടന്നുപോകുന്ന പള്ളം തോട്ടയ്ക്കാട് PWD റോഡ് 100 വർഷങ്ങൾക്ക് മുൻപ് ചിങ്ങവനത്തു നിന്നും ആരംഭിച്ച് പാതേപ്പള്ളി കടവ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് തോട്ടയ്ക്കാട് വരെ നീട്ടി നിർമ്മിച്ചത് തോമസിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറായ തൊമ്മൻ ജോസഫ് കൊണ്ടോടിയാണ്. PWD രേഖകളിൽ ഈ റോഡിനെ പള്ളം തോട്ടയ്ക്കാട് തൊമ്മൻ കൊണ്ടോടി റോഡ് എന്ന പേരിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ കൂട്ടുകുടുംബം പോലെ താമസിച്ചിരുന്ന സ്ഥലത്തെ ബസ് സ്റ്റോപ്പ് പോലും കൊണ്ടോടിപ്പടിയെന്നാണ് അറിയപ്പെടുന്നത്. തോമസ് ജോസഫിന്റെ സഹോദരങ്ങളായ ജേക്കബ് ജോസഫ് കൊണ്ടോടി, ജോർജ് ജോസഫ് കൊണ്ടോടി, ജോസ് ജെ കൊണ്ടോടി എന്നീ 3 സഹോദരന്മാരും അദ്ദേഹത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പിന്നീട് പങ്കാളികളായി. 1974 ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിൽ ഭാഗമാകാൻ ഇവർക്കു കഴിഞ്ഞു. ഇവരിൽ ഒരാളായ തോമസ് ജോസഫിന്റെ മകനായ ബാബു ജെ തോമസാണ് 1988-91 കാലത്ത് ആലപ്പുഴ കായംകുളം തീരദേശ റെയിൽവേ ലൈനിന്റെ 15 കിലോമീറ്റർ ദൂരം നിർമ്മിച്ചത്. ഇന്ന് കൊണ്ടോടി കോൺക്രീറ്റിന് നേതൃത്വം നൽകുന്നത് ബാബു ജെ തോമസിന്റെ മകനായ ടെജോ ജോസഫാണ്. ഇദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയും ഫ്രീകാസ്റ്റ് കോൺക്രീറ്റിംഗിൽ വിദഗ്ധനുമാണ്. 1995 മുതൽ അദ്ദേഹം കോൺക്രീറ്റ് ബ്ലോക്കുകൾ നിർമ്മിച്ചു വരുന്നു. എൻ്റെ പേര് ടെജോ ജോസഫ് കൊണ്ടോടി. ഞാൻ കൊണ്ടോടി പ്രീഫാബ് കോൺക്രീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ കൊണ്ടോടി കോൺക്രീറ്റ് എന്ന നാമത്തിലാണ് ഞങ്ങൾ റെഡിമിക്സ് കോൺക്രീറ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പം ഒരു വീട്ടിൽ ഒരു സ്ലാബ് വാർക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ 3/4 ഇഞ്ച് സിമെൻറ്റ് എല്ലാം ഓർഡർ ചെയ്യും. അപ്പം അത് അടുത്തുള്ള ഒരു ടിപ്പറുകാരൻ്റെ ഇടയ്ക്ക് ആയിരിക്കും പറയുന്നത്, ഒരു 1000 അടി മെറ്റിൽ കൊണ്ടുവരണമെന്ന് പറയും. ഉടനെ തന്നെ ഒരു ടിപ്പറുകാരൻ വന്ന് 1000 അടി മെറ്റിൽ ഇറക്കിയെന്ന് പറയും. അതിന് യഥാർത്ഥത്തിൽ അളന്നൊന്ന് നോക്കുകയോ അല്ലെങ്കിൽ അത് ഉറപ്പുണ്ടോ എന്ന് ആ കസ്റ്റമർ ഉറപ്പ് വരുത്തത്തില്ലായിരിക്കും. അപ്പോൾ അതിനുള്ള പൈസയും കൊടുക്കും. അതേപോലെ തന്നെ ഈ സിമെൻ്റ് ആണെങ്കിലും കൊണ്ടുവന്ന് 200 ചാക്ക് കൊണ്ട് സൈറ്റിൽ ഇറക്കി വെക്കും. അന്നേരം അത് പൊട്ടിച്ചിടുമ്പോഴത്തേക്ക് അതിന് ഒത്തിരി നഷ്ടങ്ങൾ വരും. അല്ലെങ്കിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സിമെൻറ്റ് കട്ടയായെങ്കിൽ അതിൻ്റെ നഷ്ടം വരും. പിന്നെ കൂടാതെ ഇത് ഈ 3/4 ഇഞ്ചും എംസാൻഡും ഒക്കെ ഇറക്കി നിലത്തിറക്കി ഇടുമ്പോഴത്തേക്ക് അത് കോരിയെടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്നൊരു ലോസ് വന്നിരിക്കും. ഒരു 10% അത് വേസ്റ്റായി പോകും. അപ്പം അങ്ങനെ നഷ്ടം ഉണ്ടാകും. പിന്നെ ഒത്തിരി ലേബർ തൊഴിലാളികളെ കൂടുതലായിട്ട് ഇതിന് വേണം. അതിനുവേണ്ടി മിക്സർ മെഷീൻ വാടകയ്ക്ക് എടുക്കണം. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ വെള്ളം പുറത്തുനിന്ന് ഇതിന് വേണ്ടിയിട്ട് എടുക്കണം. അങ്ങനെയൊക്കെ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതായത് ഞങ്ങളുടെ റെഡിമിക്സ് കോൺക്രീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അവർ 20 ക്യൂബിക് മീറ്റർ ഓർഡർ ചെയ്തെങ്കിൽ ഞങ്ങൾ ആ 20 ക്യൂബിക് മീറ്ററും കൊണ്ട് ആ തട്ട് ആ സ്ലാബ് ഫിനിഷ് ആകുകയും ചെയ്യും. ആ 20 ക്യൂബിക് മീറ്ററിൻ്റെ പണം മാത്രമേ ഞങ്ങൾ വാങ്ങിക്കത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും. ഒരു വീടിന് സ്ലാബിന് എത്ര രൂപ, എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട്, അതിന് എത്ര ചിലവാകുമെന്നുള്ളത് അവർക്ക് വാർക്കയ്ക്ക് മുമ്പ് തന്നെ അവർക്ക് ബഡ്ജറ്റ് ചെയ്ത് അവർക്ക് ആ പൈസയും കരുതി വെക്കാൻ പോലും കൂടുതലായിട്ട് അവർക്ക് നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കൊണ്ടോടീസ് BIS സർട്ടിഫിക്കേഷനിൽ ഓരോ പാരാമീറ്റേഴ്സ്, ഓരോ ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട്. ഈ M20 മിക്സിനകത്ത് ഇത്ര കിലോ സിമെൻറ്റ് വേണം, അല്ലെങ്കിൽ ഇത്ര കിലോ മിനിമം 20 mm മിനിമം സാൻഡ്. അപ്പം അങ്ങനെ ഓരോ ഇതിനും ഗ്രേഡിനും പാരാമീറ്റേഴ്സ് ഉണ്ട്. BIS 4926 ആണെന്ന് കോഡ്. ആ കോഡ് പ്രകാരമാണ് നമ്മൾ ഈ കോൺക്രീറ്റ് കസ്റ്റമേഴ്സിൻ്റെ സൈറ്റുകളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത്. മറ്റുള്ള കമ്പനികൾക്ക് അങ്ങനെ ഒരു കോഡ് നിബന്ധനകളൊന്നുമില്ല. അവർക്ക് എങ്ങനെ വേണേലും അവരുടെ രീതിക്കനുസരിച്ച് ഈ കോൺക്രീറ്റിനെ മിക്സ് ചെയ്യുന്നതും അതിനകത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിനെ എങ്ങനെ വേണമെങ്കിലും അവർക്ക് വ്യത്യാസപ്പെടുത്തി ചെയ്തു കൊടുക്കാൻ പറ്റും.
ഞാൻ ശ്രീജിത്ത്, കൊണ്ടോടി പ്രീഫാബ് കോൺക്രീറ്റിൻ്റെ GM ആണ്. ഞങ്ങളുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കോൺക്രീറ്റ് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഞങ്ങൾക്ക് കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ 4 ജില്ലകളിൽ ഞങ്ങളുടെ സർവീസ് ഉണ്ടായിരിക്കുന്നതാണ്. കോട്ടയം, ചേർത്തല, തൊടുപുഴ എന്നീ 3 റെഡിമിക്സ് യൂണിറ്റ് പ്ലാന്റുകളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റി കോൺക്രീറ്റ് ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഏറ്റവും പുതിയ അഡ്വാൻസ് ടെക്നോളജിയുള്ള ഫുള്ളി ഓട്ടോമൈസ്ഡ് റെഡിമിക്സ് പ്ലാന്റുകളാണ് ഞങ്ങൾക്കുള്ളത്. അതെ, ഞങ്ങൾ തീർച്ചയായിട്ടും വളരെ അഡ്വാൻസ് ടെക്നോളജി ഉള്ള ഫുള്ളി ഓട്ടോമൈസ്ഡ് ആയ ഫുഡ്മേസ്റ്റർ എന്ന് പറയുന്ന വേൾഡ് വൈഡ് കമ്പനിയാണ്. ആ കമ്പനിയുടെ അഡ്വാൻസ് ടെക്നോളജി ഉള്ള പ്ലാന്റുകളാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങളുടെ 3 പ്ലാന്റും ഫുള്ളി ഓട്ടോമൈസ്ഡ് പ്ലാന്റുകളാണ്. അതുകൊണ്ട് നല്ല കറക്റ്റായിട്ടുള്ള ക്വാളിറ്റിയുള്ള കോൺക്രീറ്റ് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നു ഇതിലൂടെ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഈ ചേർത്തലയിലെ യൂണിറ്റിന് 1 മണിക്കൂറിൽ 60 ക്യൂബിക് മീറ്റർ കപ്പാസിറ്റി ഉണ്ട്. 1 മണിക്കൂറിൽ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ 60 ക്യൂബിക് മീറ്റർ കപ്പാസിറ്റി കോൺക്രീറ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഉള്ള പ്ലാന്റാണ് ഞങ്ങളിവിടെ ചേർത്തലയിലുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ കോൺക്രീറ്റ് ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറിനുള്ളിൽ തന്നെ സൈഡിലെത്തി കോൺക്രീറ്റ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഡിസ്റ്റൻസ് കൂടും തോറും നമുക്ക് വെഹിക്കിൾ മൂവ്മെൻറ്റ്, ഇപ്പോഴത്തെ ട്രാഫിക്കും ഒക്കെ ഉള്ളത് കൊണ്ട് വെഹിക്കിൾ മൂവ്മെൻറ്റ് താമസമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമറിന് ഡിലേ ആകും. ഈ സൈറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ഫ്ലോ കണ്ടിന്യൂവേഷൻ ഉണ്ടായിരിക്കണം. അത് വളരെ ഡിലേ ആയിട്ട് കോൺക്രീറ്റ് എത്തുക, അത് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും, അത് കസ്റ്റമർക്ക് അവർ ചെയ്യുന്ന വർക്കിനെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കോട്ടയം, തൊടുപുഴ, ചേർത്തല എന്നീ 3 ഡിസ്റ്റൻസിൽ, കാരണം കറക്റ്റായിട്ട് ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് പ്ലാന്റുകളുണ്ട്. അന്നേരം എപ്പോഴും കസ്റ്റമറിനെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ നമുക്ക് കോൺക്രീറ്റ് നമ്മുടെ സൈറ്റിൽ പ്ലാന്റ് ചെയ്യുന്ന സൈറ്റിലെത്തിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തേക്കുന്നത്. മാക്സിമം ഒരു 1 അവറിനകത്ത് നമുക്ക് ഏത് സൈറ്റിലും എത്തിച്ചേരാവുന്ന രീതിയിലാണ് നമ്മൾ പ്ലാന്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതെ, നമ്മൾ അത് വെള്ളം ഫിൽറ്റർ ചെയ്ത് നമ്മൾ ന്യൂ ടെക്നോളജിയിൽ അത് ഫിൽറ്റർ ചെയ്ത് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ, നമ്മൾ നമ്മളിവിടെ കുടിക്കാനെടുക്കുന്ന അതേ വാട്ടറാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത്. നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതിനായിട്ടൊരു യൂണിറ്റ് തന്നെ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കാരണം എല്ലാ സ്ഥലത്തെയും വെള്ളവും കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ, അല്ലെ നല്ല വെള്ളമല്ല കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്നെങ്കിൽ അത് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ അതിനായിട്ടൊരു പ്ലാന്റ് തന്നെയുണ്ട്. ആ വെള്ളം ശുദ്ധീകരിച്ച് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന അതത്ര നല്ല ശുദ്ധമായ വെള്ളമാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ RMCക്ക് ഒരു കോഡുണ്ട്, IS 4926 എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കൊരു BIS അക്രഡിറ്റേഷൻ ഉള്ളൊരു കമ്പനിയും കൂടിയാണ് നമ്മുടെ കമ്പനി. അപ്പം ഇത് രണ്ടും ഉള്ളിടത്തോളം നമുക്ക് മറ്റ് കമ്പനികളിൽ നിന്നും നമുക്കുണ്ടാകുന്ന വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സിസ്റ്റമാറ്റിക്സിലാണ് ഇവിടെ എല്ലാം. നമുക്ക് അതായത് ഇപ്പം അതിൽ പറയുന്ന ഓരോ ടെസ്റ്റും നമ്മൾ കണ്ടക്ട് ചെയ്ത്, ഇപ്പോൾ എക്സ്റ്റേൺ ടെസ്റ്റ് ആണെങ്കിൽ എക്സ്റ്റേൺ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എവറി 3 മന്ത് കാലിബ്രേഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്കുള്ള ഒരു കോഡ് ഓഫ് ഇതിന് അണ്ടറിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ വർക്കെല്ലാം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ നമ്മുടെ വർക്കെല്ലാം ഒരു സിസ്റ്റമാറ്റിക്ഡ് ആയിട്ടാണ്. നമ്മൾ ഈ പേപ്പർ വർക്ക് ആണെങ്കിലും ഇതിനൊരു ഇയർലി എൻഡിങ് ഒരു ഓഡിറ്റ് ഉണ്ടാവും BISൻ്റെ. അപ്പം ഇതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിതെല്ലാം ഈച്ച് ആൻഡ് എവരി ആക്യുറേറ്റ് ആണ് ഈ സാധനങ്ങളെല്ലാം റൺ ചെയ്ത് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും RMC ചെയ്യുമ്പോൾ തന്നെയാണ് ഒരു കസ്റ്റമറിന് ലാഭവും ടൈം സേവിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് ഇപ്പം ഈ പറയുന്ന മെറ്റീരിയൽ ഇറക്കി ഈ പറയുന്ന 20 ഡോളവും സിമെൻറ്റും ഒക്കെ ഇറക്കി വെച്ച് ചെയ്യാനുള്ളൊരു സ്പേസ് അവർക്ക് ചിലപ്പോൾ എല്ലാ കസ്റ്റമർക്കും അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഇത് ചെയ്യാം, ഈ RMCയിലേക്ക് നോക്കാം. പിന്നെ രണ്ടാമതാണെങ്കിൽ ഇത്രയും ലേബർ അവർ അക്കോമഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. RMC ആണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ലേബർ മതി. പിന്നെ ഏറ്റവും വലുത് അവർക്കുള്ള ടൈം സേവിങ് ആണ്. ഇപ്പോൾ ഒരു വീട് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പകൽ ഫുൾ അവർ ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ അതേസമയം അവർക്ക് RMC ആണ് വരുന്നതെങ്കിൽ ഒരു 2 മണിക്കൂറത്തെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ തന്നെ ഇവർ ഈ പറയുന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും RMC തന്നെയാണ്. RMCക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. അതല്ലാതെ ഇപ്പം നമ്മൾ സൈറ്റ് മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ സൈറ്റ് മിക്സിൽ ഇപ്പം ഈ പറയുന്ന കുട്ടയ്ക്ക് അളന്നിടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അതിനകത്തൊരു ആക്യുറേറ്റ് ഒന്നും കാണത്തില്ല. പിന്നെ വെള്ളമാണെന്നുണ്ടെങ്കിലും ഇപ്പം ലേബറിന് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും അവർ വെള്ളം മിക്സ് ചെയ്തത്. ലേബർ പറയുന്നത് എനിക്കിപ്പം ശരം കൊണ്ട് ലൂസ് വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ലൂസാക്കി കൊടുക്കും. ടൈറ്റ് ആണെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനൊരു കൺട്രോൾ ഉണ്ടാവില്ല.
പക്ഷേ RMC വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽ എല്ലാം ടെസ്റ്റ് ചെയ്തു, ആ ടെസ്റ്റിന് റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു മിക്സ് ഡിസൈൻ ഉണ്ടാക്കി, ആ മിക്സ് ഡിസൈനിൽ ഓരോ കിലോയും അളന്ന് വണ്ടിയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്, മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എല്ലാം പക്കായിരിക്കും, കറക്റ്റ്, അതായത് അത്രയും പെർഫെക്റ്റ് രീതിയിലാണ് ആ ഡിസൈൻ തയ്യാറാക്കിയിട്ടാണ് ഒരു ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. ആ ഔട്ട്പുട്ടിൽ നിന്ന് റിസൾട്ടിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും, അതിന് നല്ലൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും നമുക്ക്. കൊണ്ടോടി റെഡി ടു മിക്സ് കോൺക്രീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ടെജോയുടെ നേതൃത്വത്തിൽ 2017 കൊണ്ടോടി പ്രീഫാബ് കോൺക്രീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചു. അതിന്റെ ആദ്യത്തെ ഫാക്ടറി ടെജോയുടെ സ്വന്തം ഗ്രാമത്തിലെ 5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു. രണ്ടാമത്തേത് തൊടുപുഴയിലും മൂന്നാമത്തേത് ആലപ്പുഴയിലുമാണ് പ്രവർത്തനം ആരംഭിച്ചത്. കൊണ്ടോടീസ് കോൺക്രീറ്റിന് പ്രധാന ചേരുവകൾ ഗുണനിലവാരമുള്ള സിമന്റും വിവിധ വലിപ്പത്തിലുള്ള മെറ്റലുകളും എംസാൻഡും ശുദ്ധജലവുമാണ്. ഇവ ശരിയായ അനുപാതത്തിൽ തയ്യാറാക്കാൻ ഫുള്ളി കമ്പ്യൂട്ടറൈസ് ചെയ്ത ജർമ്മൻ നിർമ്മിത പുട്സ് മെയ്സ്റ്റർ മിക്സിംഗ് പ്ലാന്റുകളാണ് 3 സ്ഥലത്തും ഒരുക്കിയിട്ടുള്ളത്. പരിചയസമ്പന്നരായ എഞ്ചിനീയർമാരും ജീവനക്കാരും ഇതിനെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തു വരുന്നു. സ്വന്തം ലാബറട്ടറികളിൽ ഗുണനിലവാരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് മിക്സിംഗ് പ്ലാന്റിൽ നിന്നും കൊണ്ടോടീസിന്റെ സ്വന്തം ട്രാൻസ്പോർട്ടിംഗ് വാഹനങ്ങളായ ട്രാൻസിറ്റ് മിക്സറുകളിൽ ഓരോ മിക്സും അൺലോഡ് ചെയ്ത് സൈറ്റുകളിൽ അതിവേഗം എത്തിച്ചു നൽകുന്നത്. ഈ വാഹനങ്ങളിൽ നിന്നും 1405, 1407 മോഡൽ പുട്സ് മെയ്സ്റ്റർ പമ്പുകൾ ഉപയോഗിച്ച് 150 മീറ്റർ ദൂരത്തിലും 25 നില കെട്ടിടത്തിന്റെ ഉയരത്തിലും കോൺക്രീറ്റ് പമ്പ് ചെയ്യാൻ കഴിയും. PCC വർക്കിനാവശ്യമായ M10, M15 ഗ്രേഡുകളിലും റെസിഡൻഷ്യൽ ബിൽഡിംഗുകൾ, അപ്പാർട്ട്മെന്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിനുള്ള M20, M25 ഗ്രേഡിലുള്ളവയും ഹൈ സ്ട്രെങ്ത് സ്ലാബ്, ബീംസ്, കോളംസ്, പൈൽ, ഫൗണ്ടേഷൻ എന്നീ നിർമ്മിതികൾക്കുള്ള M30 ഗ്രേഡുകളിലും അതീവ ശക്തിയേറിയ ഹൈ സ്ട്രെങ്ത് സ്ലാബ്, ബീംസ്, കോളംസ്, PT സ്ലാബ് തുടങ്ങിയ നിർമ്മാണത്തിനുള്ള M35 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് മിക്സുകളും കൊണ്ടോടി തയ്യാറാക്കി വരുന്നു. വമ്പൻ പ്രോജക്റ്റുകളായ ഹൈറൈസ് ബിൽഡിംഗുകൾ, ടവേഴ്സ്, ഫ്ലൈ ഓവറുകൾ എന്നിവയ്ക്ക് ഉറപ്പു നൽകുന്ന M40, M45, M50, M55, M60 തുടങ്ങിയ ഗ്രേഡിലുള്ള കോൺക്രീറ്റ് മിക്സുകളും തയ്യാറാക്കി നിമിഷങ്ങൾക്കുള്ളിൽ സൈറ്റുകളിലെത്തിക്കുന്നു കൊണ്ടോടീസ്. ഈ RMC പ്ലാന്റിൽ ഇപ്പം ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഈ RMC പ്ലാന്റ് പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന 20ഉം 12ഉം എംസാൻഡും ഇവിടെ ലോഡ് ചെയ്യുന്നത് വരെയാണ് ഇതിൻ്റെ ഒരു മാനുവൽ പ്രോസസ്സിങ് ബൈ JCB ഉപയോഗിച്ച് ഇത് ലോഡ് ചെയ്യുന്നവരെയാണ് അതിൻ്റെ ഒരു മാനുവൽ പ്രോസസ്സിങ് വരുന്നത്. ബാക്കി പിന്നെ വരുന്നതെല്ലാം ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കലാണ്. അപ്പം പിന്നെ വരുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഓരോ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഓരോ ഗ്രേഡുകളുണ്ട്. ആ ഗ്രേഡ് വൈസിലാണ് ബാക്കിയുള്ള പ്രോസസ്സിങ് നടക്കുന്നത്. ഇപ്പം പല ഗ്രേഡുകളുണ്ട്. ആ ഗ്രേഡുകളിൽ ഇപ്പം നമ്മൾ ആദ്യമേ അതാണ് നമുക്കുള്ള ബാച്ചിങ് പ്ലാന്റ് ക്യാബിൻ. അതിനകത്ത് എല്ലാം ഫീഡ് ചെയ്യും, കാര്യങ്ങളെല്ലാം ഫീഡ് ചെയ്യും. അതായത് ഒരു കസ്റ്റമർക്കുള്ള റെസിപ്പി ഏതാണ്, ലൊക്കേഷന് എല്ലാം ചെയ്തതിന് ശേഷം അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ് ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് ചെയ്തതിന് ശേഷം ആ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വെയിറ്റ് അനുസരിച്ച് നമ്മൾ റെസിപ്പി കൊടുത്ത വെയിറ്റ് അനുസരിച്ചിട്ട് ആദ്യം 12 എംസാൻഡ് 20 വീഴുന്നു. അത് ഈ വെയിങ് കൺവെയർ ആണ് ആ വെയിറ്റ് എടുക്കുന്നത്. ആ കൺവെയർ വെയിറ്റ് എടുത്തതിന് ശേഷം അത് പിന്നെ അൺലോഡ് ആവുന്നത് ആ ബക്കറ്റിലേക്കാണ്. ആ ബക്കറ്റാണ് മിക്സിംഗ് യൂണിലേക്ക് പോകുന്നത്. അപ്പം ഈ പ്രോസസ്സ് ഇവിടെ നടക്കുന്ന ആ സമയം തന്നെ അവിടെ ആ സൈലോയാണ് കാണുന്നത്. ആ സിമെൻറ്റ് സൈലോയാണ്, സിമെൻറ്റ് ഫ്ലൈ ആഷും സൈലോയാണ്. ആ 2 സൈലോയിൽ നമ്മൾ കൊടുക്കുന്ന വെയിറ്റിനനുസരിച്ചുള്ള സിമെൻറ്റ് അവിടെ ഫീഡാവുകയും അതുപോലെ തന്നെ വാട്ടറും കെമിക്കലും അവിടെ ഓൾറെഡി സ്റ്റോർഡ് ആവും. അപ്പം ഈ ബക്കറ്റിൽ നിന്നും അഗ്രിഗേറ്റ് ആ മിക്സർ യൂണിറ്റിലേക്ക് വീഴുന്ന സമയം തന്നെ ഇതെല്ലാം ഒരുമിച്ച് ഡിസ്ചാർജ് ആവുകയും ഒരു 40 സെക്കൻഡോളമുള്ള മിക്സിങ്ങിന് ശേഷം ഇത് വണ്ടിയിലേക്ക് അൺലോഡ് ആവുകയും ചെയ്യും. ഈ പ്രോസസ്സ് ഇതൊരു 1 MQൻ്റെ പ്ലാന്റ് ആയതുകൊണ്ട് ഇപ്പോൾ കൊടുക്കുന്നത് 8 MQ 10 MQ ആണെങ്കിൽ ആ 10 പ്രാവശ്യം ഈ സർക്കിള് പ്രോസസ്സിങ് നടന്നുകൊണ്ടേയിരിക്കും.
കൂടാതെ ഓരോ പ്രോജക്റ്റിനും അനുസൃതമായി സെൽഫ് കോമ്പാക്റ്റിംഗ് കോൺക്രീറ്റ് (SCC), സെൽഫ് ഡൈനാമിക് കോൺക്രീറ്റ് (SDC), ലൈറ്റ് വെയ്റ്റ് കോൺക്രീറ്റ്, ഐസ് കോൺക്രീറ്റ്, പെർവിസ് കോൺക്രീറ്റ് തുടങ്ങിയ സ്പെഷ്യൽ കോൺക്രീറ്റ് മിക്സുകളും കൊണ്ടോഡീസ് സപ്ലൈ ചെയ്യുന്നു. ഓരോ പ്രോജക്റ്റിനും അനുയോജ്യമായ ചേരുവകളും മിക്സിംഗ് രീതിയും മുൻകൂട്ടി തയ്യാറാക്കുന്ന ലാബറട്ടറി പരീക്ഷണങ്ങളും കൊണ്ടോഡീസ് ഉറപ്പു നൽകുന്നു. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ റെഡിമിക്സ് പാരാമീറ്ററായ IS 4926 നിലവാരത്തിൽ കോൺക്രീറ്റ് റെഡിമിക്സ് കൃത്യമായി ചെയ്തു പോരുന്ന കൊണ്ടോഡി പ്രീഫാബ് കോൺക്രീറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന് 2021 BIS സർട്ടിഫിക്കേഷൻ ലഭിക്കുകയുണ്ടായി. നിലവിൽ BIS സർട്ടിഫിക്കറ്റുള്ള കേരളത്തിലെ ഏക കമ്പനിയാണ് കൊണ്ടോഡീസ് പ്രീഫാബ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതാണ് കൊണ്ടോഡി പ്രീഫാബ് കോൺക്രീറ്റിൻ്റെ QC ലാബ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം. ഇതിൻ്റെ എല്ലാത്തിനും സാമ്പിളിംഗ് ആണ്. നമ്മൾ അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, GGBS, മൈക്രോ സിലിക്ക, സിമെൻറ്റ്, ഫ്ലൈ ആഷ്, ഇതൊക്കെ ഓരോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സുകളാണ് ഇതെല്ലാം. നമ്മളിപ്പം റോ മെറ്റീരിയൽസ് നമുക്ക് പല വെണ്ടർമാരിൽ നിന്നും വരുന്നുണ്ട്. നമ്മൾ ആ റോ മെറ്റീരിയൽ വന്നിട്ട് അത് ഈ ലാബിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എടുത്തതിന് ശേഷം എന്നിട്ടാണ് നമ്മൾ മിക്സ് ഡിസൈൻ ചെയ്യുന്നത്. അത് മിക്സ് ഡിസൈൻ ചെയ്ത് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ട്രയൽ മിക്സറുണ്ട്. ആ ട്രയൽ മിക്സറിൽ നമ്മൾ ട്രയൽ മിക്സ് ഇട്ടതിന് ശേഷം അതിൻ്റെ സ്ട്രെങ്ത് എടുത്തതിന് ശേഷം, അതിൻ്റെ സ്ട്രെങ്ത് പാസ്സായതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ കസ്റ്റമർക്ക് അത് പ്രിഫർ ചെയ്ത് കൊടുക്കുന്നതും. പിന്നെ കസ്റ്റമർക്ക് കൊടുക്കുന്നത് കൂട്ടത്തിൽ നമ്മൾ ഈ കസ്റ്റമർക്ക് ഇപ്പം ആ പോറിംഗ് കോൺക്രീറ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അവർക്ക് ക്യൂബും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സാമ്പിൾ സ്ലം ടെസ്റ്റ്, ക്യൂബ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കും. അപ്പം ഈ ക്യൂബ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ക്യൂബിൻ്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ കസ്റ്റമർക്ക് സാമ്പിൾ ഉണ്ടായിരിക്കും, നമുക്കും സാമ്പിൾ ഉണ്ടായിരിക്കും. നമ്മൾ ക്യൂബ് ടെസ്റ്റ് ചെയ്യുന്ന മെഷീനാണ് ഇത്. അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് 7th and 28th നമ്മൾ കറക്റ്റായിട്ട് കസ്റ്റമർക്ക് അത് കീപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കസ്റ്റമർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നത് വിറ്റ്നസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമേഴ്സിന്. ഇത് നമ്മൾ കൊടുക്കുന്ന കോൺക്രീറ്റ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്ന ഒരു കംപ്രസീവ് ടെസ്റ്റ് മെഷീനാണിത്. അപ്പം നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഗ്രേഡുകളുണ്ട്. ഓരോ കസ്റ്റമർക്ക് ഓരോ ഗ്രേഡ് കൊടുക്കും. ആ ഗ്രേഡ് വൈസ് ആ കസ്റ്റമർക്ക് കൊടുക്കുന്ന കോൺക്രീറ്റിൻ്റെ സാമ്പിൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളെ ടെക്നീഷ്യൻ തന്നെയാണ് അവർക്കുള്ള വിറ്റ്നസ്സിൽ, അവർക്കുള്ള സൈറ്റിൽ നമ്മൾ ഈ പറയുന്ന സാമ്പിൾ കാസ്റ്റ് ചെയ്ത് കൊടുക്കുകയും പിറ്റേന്ന് നമ്മൾ തന്നെ ആൾ തന്നെയാണ് പോയിട്ട് അത് ഡീമോൾഡ് ചെയ്ത് അവർക്ക് വെള്ളത്തിലിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ വെള്ളത്തിലിടുന്ന ആ സാമ്പിൾ 7 ദിവസവും 28 ദിവസവും കഴിഞ്ഞ് അതിൻ്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ കസ്റ്റമർക്ക് വേണമെങ്കിൽ തേർഡ് പാർട്ടി ലാബിലേക്ക് പോകാം, അല്ല കസ്റ്റമർക്ക് ഇവിടെ വേണമെങ്കിലും വരാം. അപ്പം നമ്മൾ എന്തായാലും കസ്റ്റമറിൽ നിന്ന് എടുക്കുന്ന റിപ്പോർട്ട് അല്ല കസ്റ്റമർ എടുക്കുന്ന സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കുന്നത് ഒരു മെഷീനാണിത്. അപ്പം ഇതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ആ കൊടുത്ത കസ്റ്റമറിന് എത്ര കംപ്രസീവ് സ്ട്രെങ്ത് ആണ് നമ്മൾ കൊടുത്തതെന്ന കസ്റ്റമർക്ക് നമുക്ക് ഇതിൽ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതൊരു മോൾഡാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രഷർ എത്രയാണോ കയറുന്നത് അതിൻ്റെ കിലോ ന്യൂട്ടൺ നമുക്കിവിടെ ഡിസ്പ്ലേ തരും. അപ്പോൾ ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലാണ് ഇത് പൊട്ടുന്നത്. അപ്പോൾ ആ മാക്സിമം കിലോ ന്യൂട്ടൺ ഇവിടെ ആ വാല്യൂ നമുക്ക് തെളിയും. ആ വാല്യൂവിനെ ഇതിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എത്ര ന്യൂട്ടൺ സ്ക്വയർ ആണ് ആ ക്യാരക്ടർ സ്ട്രെങ്ത് ആണ് അത് ആ ക്യൂബ് അച്ചീവ് ചെയ്തേക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനും അതിൻ്റെതായ ക്യാരക്ടർ സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. ആ ക്യാരക്ടർ സ്ട്രെങ്തിന് മുകളിലായിരിക്കും അതിൻ്റെ എല്ലാം ബ്രേക്കിംഗ് നടക്കുക. എന്തായാലും ആ ക്യൂബ് ബ്രേക്ക് ആകാൻ മാത്രമേ അതിൻ്റെ എത്ര മാക്സിമം കപ്പാസിറ്റിയിലാണ് ആ ക്യൂബ് ബ്രേക്ക് ആയതെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഗ്രേഡുകളുണ്ട്. ആ ഗ്രേഡ് വൈസിലാണ് ആ ഓരോ ക്യൂബിൻ്റെയും സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്യൂബ് തന്നെ ഒരു M30 ഗ്രേഡ് ക്യൂബാണ്. ഈ ക്യൂബ് 28th ഡേ കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വന്നേക്കുന്നത് ഇത് 39 ന്യൂട്ടൺ സ്ക്വയറിലാണ് ഇത് ബ്രേക്ക് ആയിരിക്കുന്നത്. അപ്പം ക്യാരക്ടർ സ്ട്രെങ്ത് പ്രകാരം M30 എന്ന ക്യൂബിന് 28th ഡേയിൽ 30 ന്യൂട്ടൺ സ്ക്വയർ കിട്ടിയാൽ മതി. അപ്പം 30 അതിന് മുകളിലോ കിട്ടിക്കഴിഞ്ഞാൽ ആ കോൺക്രീറ്റ് പാസ്സാണ്, അല്ലെങ്കിൽ ആ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും, അതായത് നമ്മൾ ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, നമ്മളൊരു തേർഡ് പാർട്ടിയെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഈ റിസൾട്ടിൻ്റെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മിക്സ് ഡിസൈൻ റെഡിയാക്കി വെളിയിലേക്ക് നമ്മളൊരു കസ്റ്റമറിന് അത് കൊടുക്കും. പിന്നെ ഒരു ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതും നമ്മൾ മാനുവൽ കോൺക്രീറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, മാനുവൽ കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സൈറ്റ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റോ ഒന്നുമില്ല. അവർ ജസ്റ്റ് ഒരു റേഷ്യോയിലാണ് ചെയ്യുന്നത്.
1:4 1.5 3 അല്ലെങ്കിൽ 1:39 എന്നുള്ളൊരു റേഷ്യോയിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ അവരിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഇവർക്ക് ഇപ്പം രാവിലെ തുടങ്ങുന്ന ഒരു കോൺക്രീറ്റ് വൈകുന്നേരം വരെ ഈ റേഷ്യോ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്നില്ല. ചിലപ്പം ഒരാളായിരിക്കും ചിലപ്പോൾ അത് അളക്കാൻ നിൽക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം എറർ സംഭവിക്കാം, അങ്ങനെ അപ്പം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അപ്പം നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ഒരു ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത ഒരു മെറ്റീരിയൽ എടുത്ത് നമ്മളത് സാമ്പിളിങ് ചെയ്ത് കൊടുത്ത് വിടുമ്പോഴത്തേക്കും അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാകും. നമ്മൾ ആ കൺസിസ്റ്റൻസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സൈറ്റ് മിക്സും RMC തമ്മിലുള്ളൊരു വ്യത്യാസം ഇതാണ്. 600-ലധികം പ്രോജക്റ്റുകൾ, 25 വർഷത്തെ പ്രവർത്തന പരിചയം, 50-ലധികം വരുന്ന ട്രാൻസ്പോർട്ടിംഗ് വാഹനങ്ങൾ, 12ഓളം പമ്പിംഗ് മെഷീനുകൾ, ആഴ്ചയിലെ 7 ദിവസവും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ കസ്റ്റമർ സർവീസ് എന്നിവയാണ് കൊണ്ടോടീസിനെ വേറിട്ടതാക്കുന്നത്. ഗുണമേന്മ, വിശ്വാസം, പാരമ്പര്യം. കൊണ്ടോടി കോൺക്രീറ്റ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഉറപ്പു നൽകുന്നു.